പോകുന്നത് കാസർഗോട്ടേക്കാ. കാസർഗോഡ് പാണലത്ത് ഭർത്തൃ വീട്ടിൽ ജീവനൊടുക്കിയ യുവതിയുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നു. ഫാത്തിമത്ത് സുഫൈദയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തി. പല പാടുകളും അടുത്തിടെ ഉണ്ടായതെന്നും കണ്ടെത്തലുണ്ട്. ഇന്നലെ രാത്രി അറസ്റ്റിലായ ഭർത്താവ് KA മുഹമ്മദ് ആദിൽ റിമാൻഡിലാണ്. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുന്നു. രതീഷെ, വളരെ ദൗർഭാഗ്യകരമായ സംഭവമായിരുന്നു ഉണ്ടായത്. ഇതിപ്പം കുടുംബാംഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ തന്നെയാണോ പോലീസിന്റെ തീരുമാനം? സേതു, തീർച്ചയായും നമ്മൾ ഇന്നലെ ബന്ധുക്കൾ ആരോപിക്കുന്നതൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം സുഫൈദയെ ഇദ്ദേഹം സ്ത്രീധനത്തിൻ്റെ പേരിലും മറ്റു കാരണങ്ങളുടെ പേരിലും മർദ്ദിച്ചിരുന്നു എന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഈ മർദ്ദനത്തെ തുടർന്ന് സഹോദരനെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സഹോദരൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ജീവനൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് സുഫൈദ പോയതെന്ന വിവരവുമുണ്ട്. അതൊക്കെ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. മർദ്ദനമേറ്റ പാടുകളുണ്ട്, അത് പുതിയ മർദ്ദനമേറ്റ പാടുകളുണ്ട്. അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ സുഫൈദയെ ആദിൽ മുഹമ്മദ് ഭർത്താവ് മർദ്ദിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ആദിൽ മുഹമ്മദിൻ്റെ മാതാവ് ഉൾപ്പെടെ കേസിൽ പ്രതിയായിട്ടുണ്ട്. എന്തായാലും അവരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകും. കൂടുതൽ ആളുകളെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി പോലീസ് ഇപ്പോൾ വിദ്യാനഗർ പോലീസ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ആദിലിൻ്റെ വീട്ടുകാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത് മൊഴിയെടുത്ത ശേഷമായിരിക്കും മറ്റ് അറസ്റ്റിലേക്കും മറ്റ് നടപടികളിലേക്കും പോകുക. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്ത ആദിൽ മുഹമ്മദിനെ റിമാൻഡ് ചെയ്തിരുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ കൂടുതൽ പ്രതികളിലേക്ക് ഉൾപ്പെടെ പോലീസ് അറസ്റ്റിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ശരി രതീഷ്.